അലർജി എങ്ങനെയാണ് ആസ്മയായിട്ട് മാറുന്നത്? ആസ്മയെ മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അപ്പൊ അലർജിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട് ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. ഈ ഇൻഫ്ലമേഷൻ ഗ്രാജുവലി നമ്മുടെ ശ്വസന നാളിയെയും കൂടി ബാധിക്കുമ്പോഴാണ് നമുക്ക് ഇത് ആസ്മയായിട്ട് മാറുന്നത്. കുറെ കാലം അങ്ങനെ ഇൻഫ്ലമേഷൻ നിൽക്കുമ്പോൾ ആ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ ടൈറ്റ് ആവുകയും ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശ്വസന നാളിലേക്ക് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് ശക്തമായിട്ടുള്ള ആസ്മയിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ശ്രദ്ധിച്ചറിയണം, ആദ്യമൊക്കെ അലർജി തുടങ്ങുമ്പോൾ ചെറിയ തുമ്മലും മൂക്കൊലിപ്പുമാണ്. ഗ്രാജുവലി അത് ആസ്മയായിട്ട് അല്ലെങ്കിൽ ശ്വാസമുട്ടലായിട്ട് മാറിയിട്ടുണ്ടാവും. തുമ്മലും മൂക്കൊലിപ്പുള്ള സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് ആസ്മയായി മാറാതിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റി മാക്സിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രീതിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുക. ഓരോ ദിവസവും നമ്മളിത് ഗ്രാജുവലി ചെയ്യുന്നത് വഴി തന്നെ ലങ്സിന്റെ കപ്പാസിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ആസ്മ മാത്രമല്ല അലർജി തന്നെ ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് പൊടിക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എന്തായാലും എടുത്തിരിക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ മാസ്ക് ധരിക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് ഡോക്ടറെ പ്രത്യേകിച്ച് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വളരെയധികം സഹായകമാവുന്നതാണ്. ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും സ്പൈറോമെട്രി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആസ്മയുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ തുടക്കത്തിൽ തന്നെയുള്ള ആസ്മയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി മാത്രമല്ല ചെറിയ ചുമ, നെഞ്ചിനൊക്കെ ഒരു ടൈറ്റ്നസ് തോന്നുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇത്തരം ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇത് ഗ്രാജുവലി ആസ്മയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അലർജി ആസ്മയെ മാറുന്നത് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും അലർജിയോടൊപ്പം ആസ്മയുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ.